1960 സോവിയറ്റ് ചാമ്പ്യൻഷിപ്പ്. ചെസ് ലോകത്തെ വിസ്മയിപ്പിച്ച രണ്ട് ഇതിഹാസങ്ങൾ ബോറിസ് സ്പാസ്കിയും ഡേവിഡ് ബ്രോൺസ്റ്റീനും നേർക്കുനേർ. ഈ മത്സരത്തിൽ സ്പാസ്കി നടത്തിയ ആക്രമണവും പീസ് ത്യാഗങ്ങളും ഇന്നും ചെസ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ മാസ്റ്റർ പീസുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ആ വിസ്മയകരമായ ഗെയിം നമുക്കിപ്പോൾ കാണാം. വൈറ്റ് E4 കളിച്ചാണ് കളി ആരംഭിക്കുന്നത്. ബ്ലാക്ക് E5 കളിക്കുന്നു. തുടർന്ന് വൈറ്റ് F4 കളിച്ച് കിങ്സ് ഗാംബിറ്റ് തിരഞ്ഞെടുക്കുന്നു. ബ്ലാക്ക് ആ പാവിനെ വെട്ടുന്നു. വൈറ്റ് നൈറ്റിനെ F3യിലേക്ക് വികസിപ്പിക്കുന്നു. ബ്ലാക്ക് D5 കളിച്ച് കേന്ദ്രത്തിൽ സമ്മർദ്ദം സൃഷ്ടിക്കുന്നു. വൈറ്റ് EX-D5 കളിക്കുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D6ലേക്ക് വികസിപ്പിക്കുന്നു. വൈറ്റ് നൈറ്റിനെ C3യിലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് നൈറ്റിനെ E7ലേക്ക് വികസിപ്പിക്കുന്നു. വൈറ്റ് D4 കളിച്ച് കേന്ദ്രം ശക്തമാക്കുന്നു. ബ്ലാക്ക് കിങ്സൈഡിലേക്ക് കാസിലിംഗ് പൂർത്തിയാക്കുന്നു. വൈറ്റ് ബിഷപ്പിനെ D3യിലേക്ക് വികസിപ്പിക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റും കിങ്സൈഡിലേക്ക് കാസിലിംഗ് പൂർത്തിയാക്കുന്നു. തുടർന്ന് ബ്ലാക്ക് H6 കളിക്കുന്നു. വൈറ്റ് നൈറ്റിനെ E4യിലേക്ക് കൊണ്ടുവരുന്നു. അതിനു പിന്നാലെ ബ്ലാക്ക് നൈറ്റ് ഉപയോഗിച്ച് D5-ലുണ്ടായിരുന്ന പാവിനെ വെട്ടുന്നു. ഉടൻ തന്നെ വൈറ്റ് C4 കളിച്ച് ആ നൈറ്റിനെ ആക്രമിക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ E3യിലേക്ക് ചാടിക്കുന്നു. ഇതോടെ വൈറ്റിന്റെ ക്വീനിനും റൂക്കിനും ഒരേസമയം ആക്രമണം ഉണ്ടാകുന്നു. എന്നാൽ വൈറ്റ് ബിഷപ്പ് ഉപയോഗിച്ച് ആ നൈറ്റിനെ വെട്ടുന്നു. അവസാനം ബ്ലാക്ക് F പാവ് ഉപയോഗിച്ച് ബിഷപ്പിനെ തിരിച്ചുവെട്ടുന്നു. തുടർന്ന് വൈറ്റ് C5 കളിച്ച് ബ്ലാക്കിന്റെ ബിഷപ്പിന് നേരെ ആക്രമണം ആരംഭിക്കുന്നു. അതോടൊപ്പം നൈറ്റിന്റെ മുന്നേറ്റത്തിനും പിന്തുണ ഒരുക്കുന്നു. മറുപടിയായി ബ്ലാക്ക് ബിഷപ്പിനെ E7യിലേക്ക് പിൻവലിക്കുന്നു. തുടർന്ന് വൈറ്റ് ബിഷപ്പിനെ C2-വിലേക്ക് മാറ്റി സുരക്ഷിത സ്ഥാനത്ത് എത്തിക്കുന്നു. ബ്ലാക്ക് റൂക്കിനെ E1യിലേക്ക് കൊണ്ടുവന്ന് തുറന്ന ഫയലിൽ സജീവമാക്കുന്നു. ഇനി വൈറ്റ് ക്വീനെ D3യിലേക്ക് കൊണ്ടുവന്ന് E3യിലെ പാവിനെ ലക്ഷ്യമിടുന്നു. എന്നാൽ ബ്ലാക്ക് E2 കളിച്ച് വൈറ്റിന്റെ റൂക്കിന് നേരെ ശക്തമായ ആക്രമണം ആരംഭിക്കുന്നു. ഇപ്പോൾ വൈറ്റ് നൈറ്റിനെ F7യിലേക്ക് ചാടിക്കുന്നു. ഈ നീക്കത്തിലൂടെ ബ്ലാക്കിന്റെ റൂക്കിന് നേരെ ശക്തമായ ആക്രമണം സൃഷ്ടിക്കുന്നു. അതോടൊപ്പം വൈറ്റിന്റെ ക്വീനും ബിഷപ്പും ചേർന്ന് H7 സ്ക്വയറിനുമേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തുന്നു. തുടർന്ന് ബ്ലാക്ക് നൈറ്റിനെ F8യിലേക്ക് പിൻവലിക്കുന്നു. ഈ നീക്കത്തിലൂടെ H7 സ്ക്വയറിന്റെ പ്രതിരോധം കൂടുതൽ ശക്തമാക്കുന്നു. അതോടൊപ്പം വൈറ്റിന്റെ നൈറ്റിനും റൂക്കിനും ഒരേസമയം ഭീഷണി ഉയർത്തുകയും ചെയ്യുന്നു. ഇപ്പോൾ വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് F7ലെ പാവിനെ വെട്ടുന്നു. ഈ നീക്കത്തിലൂടെ ബ്ലാക്കിന്റെ ക്വീനിന് നേരെ ആക്രമണം കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഈ പാവ് F1യിലേക്ക് നീങ്ങി വൈറ്റിന്റെ റൂക്കിനെ വെട്ടുന്നു. തുടർന്ന് ആ പാവ് ക്വീനായി പ്രൊമോട്ട് ചെയ്യുകയും അതോടൊപ്പം വൈറ്റിന്റെ രാജാവിന് ചെക്കും നൽകുകയും ചെയ്യുന്നു. വൈറ്റ് റൂക്ക് ഉപയോഗിച്ച് ആ പുതിയ ക്വീനെ ഉടൻ തന്നെ വെട്ടിമാറ്റുന്നു. തുടർന്ന് ബ്ലാക്ക് ബിഷപ്പിനെ F5യിലേക്ക് വികസിപ്പിച്ച് വൈറ്റിന്റെ ക്വീനിന് നേരെ ആക്രമണം കൊണ്ടുവരുന്നു. അതിനു മറുപടിയായി വൈറ്റ് ക്വീൻ ഉപയോഗിച്ച് ആ ബിഷപ്പിനെ വെട്ടുന്നു. തുടർന്ന് ബ്ലാക്ക് ക്വീനെ D7യിലേക്ക് മാറ്റി ക്വീൻ എക്സ്ചേഞ്ചിന് ശ്രമിക്കുന്നു. തുടർന്ന് വൈറ്റ് ക്വീനെ F4യിലേക്ക് മാറ്റുന്നു. അതിനു മറുപടിയായി ബ്ലാക്ക് ബിഷപ്പിനെ F6യിലേക്ക് വികസിപ്പിക്കുന്നു. ഈ നീക്കത്തോടെ ക്വീൻ ഇരുന്ന സ്ക്വയർ തുറക്കപ്പെടുകയും അതോടൊപ്പം വൈറ്റിന്റെ നൈറ്റിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുകയും ചെയ്യുന്നു. എന്നാൽ വൈറ്റ് ഉടൻ തന്നെ നൈറ്റിനെ E5യിലേക്ക് ചാടിക്കുന്നു. ഈ നീക്കത്തിലൂടെ ബ്ലാക്കിന്റെ ക്വീനിന് നേരെ ആക്രമണം കൊണ്ടുവരുന്നതോടൊപ്പം മറ്റേ നൈറ്റിനും ശക്തമായ പിന്തുണ നൽകുകയും ചെയ്യുന്നു. തുടർന്ന് ബ്ലാക്ക് ക്വീനെ E7യിലേക്ക് മാറ്റുന്നു. അതിനു മറുപടിയായി വൈറ്റ് ബിഷപ്പിനെ B3യിലേക്ക് വികസിപ്പിക്കുന്നു. തുടർന്ന് ബ്ലാക്ക് ബിഷപ്പ് ഉപയോഗിച്ച് E5-ലുണ്ടായിരുന്ന നൈറ്റിനെ വെട്ടി വൈറ്റിന്റെ ക്വീനിന് നേരെ ആക്രമണം കൊണ്ടുവരുന്നു. എന്നാൽ വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ആ ബിഷപ്പിനെ വെട്ടുന്നു. ഈ നീക്കത്തോടെ ബിഷപ്പിന്റെ ലൈനിൽ നിന്ന് ഒരു തുറന്ന ചെക്ക് ലഭിക്കുന്നു. ചെക്കിൽ നിന്ന് രക്ഷപ്പെടാൻ ബ്ലാക്ക് രാജാവ് H7യിലേക്ക് മാറുന്നു. അവസാനമായി വൈറ്റ് ക്വീനെ E4യിലേക്ക് കൊണ്ടുവന്ന് രാജാവിന് ശക്തമായ ഒരു ചെക്ക് നൽകുന്നു. ഈ പൊസിഷനിൽ ഇനി ബ്ലാക്കിന് രക്ഷപ്പെടാൻ വഴിയില്ല. തന്റെ തോൽവി ഉറപ്പായെന്ന് മനസ്സിലാക്കിയ ഡേവിഡ് ബ്രോൺസ്റ്റീൻ കളി അവസാനിപ്പിച്ച് പരാജയം സമ്മതിക്കുന്നു. അതോടെ ബോറിസ് സ്പാസ്കി ചെസ് ചരിത്രത്തിലെ ഏറ്റവും മനോഹരമായ ആക്രമണ വിജയങ്ങളിലൊന്ന് സ്വന്തമാക്കുന്നു. ഇത്തരത്തിലുള്ള അതിമനോഹരമായ ചെസ് ട്രാപ്പുകളും ചെക്ക്മേറ്റുകളും കാണാൻ ചെക്ക്മേറ്റ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.